ഇംഗ്ലീഷ് കേട്ട് കേട്ട് സംസാരിക്കുവാനുള്ള നമ്മുടെ പുതിയൊരു ക്ലാസ്സിൻ്റെ തുടക്കമാണിന്ന്. നമുക്കറിയാം, ദൈനംദിന ജീവിതത്തിൽ നാം പലരെയും കണ്ടുമുട്ടുകയും പല മര്യാദകളനുസരിച്ച് പല രീതിയിൽ അവരോട് സംസാരിക്കുകയും അഭിവാദനങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ഉണ്ട്, അല്ലേ? എല്ലാ ഭാഷകളിലും അത് വ്യത്യസ്തവുമാണ്. അപ്പോൾ നമുക്കിന്ന് ഇംഗ്ലീഷിൽ ദിവസത്തിൽ പ്രത്യേക സമയങ്ങളിൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി. നമുക്കറിയാം, ആദ്യം നമ്മൾ സാധാരണ പറയേണ്ടത് ഗുഡ് മോർണിംഗ് സർ, ഇല്ലേ? ഗുഡ് മോർണിംഗ് അതെപ്പോഴാണ് നമ്മൾ പറയുന്നത്? രാവിലെ മുതൽ ഉച്ച വരെയാണ്, അതായത് ഉദയം മുതൽ ഉച്ച വരെയാണ് പറയുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ഡാഡ്, ഗുഡ് മോർണിംഗ് സൺ, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷെ അത് ഉച്ചയ്ക്ക് മാറുമ്പോഴേക്കും അത് ഗുഡ് നൂൺ ആവും. ഗുഡ് നൂൺ എന്ന് പറയുമ്പം നല്ലൊരു ഉച്ച സമയം ആശംസിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഉച്ച കഴിഞ്ഞാണെങ്കിലോ, അത് 5 മണി വരെയാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞുള്ള സമയം, നമസ്തേ പ്രിയപ്പെട്ടവരെ എന്ന് പറയാണ്. എന്നാൽ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 11 മണി വരെയൊക്കെ ആകുമ്പം ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. എന്നാൽ നമ്മളൊരു ദിവസം തീരുമ്പോൾ, അതായത് വിട വാങ്ങുമ്പോൾ, ആ വാക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? ഗുഡ് ഡേ. ഗുഡ് ഡേ, നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഹാവ് എ ഗുഡ് ഡേ. ഹാവ് എ ഗുഡ് ഡേ. എന്നാൽ രാത്രിയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഗുഡ് നൈറ്റ്. ഹാവ് എ ഗുഡ് നൈറ്റ്. ഗുഡ് ഡേ, ഗുഡ് നൈറ്റ്, ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് നൈറ്റ്. എന്നാൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കുട്ടികളോടായാലും വലിയവരോടും പറയാവുന്നതാണ് ഗുഡ് ബൈ. ഗുഡ് ബൈ, BYE, ഗുഡ് ബൈ ചിൽഡ്രൻ. അപ്പോൾ തിരിച്ച് വേണമെങ്കിൽ ബൈ ബൈ പറയാം. അതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരോട് വിട പറയാൻ ഫെയർവെൽ മൈ ലവ്. ഫെയർവെൽ, ഫെയർവെൽ മൈ ലവ്. ഓക്കെ. എന്നാൽ പലരും എക്സാമിനൊക്കെ പോകുമ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാവുന്നൊരു മറുപടിയാണ് ബെസ്റ്റ് ഓഫ് ലക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ ആണോ? അതായത് ഗുഡ് ബൈ ചിൽഡ്രൻ, ഗുഡ് ബൈ സർ, ബൈ ബൈ, ഫെയർവെൽ, ബെസ്റ്റ് ഓഫ് ലക്ക്, ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, അപ്പോൾ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കൂ. നമ്മുടെ മനസ്സുകളിൽ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ. ഗുഡ് മോർണിംഗ്, ഗുഡ് നൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. പിന്നെയോ ഗുഡ് ഡേ, ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ ചിൽഡ്രൻ, ബൈ ബൈ, ഫെയർവെൽ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ ആണല്ലോ. എന്നാൽ ഒരാളുമായി കുശലാന്വേഷണം നടത്തുമ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ അവരുടെ പേരൊക്കെ ചോദിച്ച് നമ്മൾ സംസാരിച്ചിട്ട് നിങ്ങളെ പരിചയപ്പെട്ടതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എങ്ങനെ പറയും? ഗ്ലാഡ് ടു മീറ്റ് യു സർ. ഗ്ലാഡ് ടു മീറ്റ് യു. ഗ്ലാഡ് ടു മീറ്റ് യു. അല്ലെങ്കിൽ എന്ത് പറയാം? ഹാപ്പി ടു മീറ്റ് യു. ഹാപ്പി ടു മീറ്റ് യു. ഗ്ലാഡ് ടു മീറ്റ് യു, ഹാപ്പി ടു മീറ്റ് യു. ഓക്കെ, സുഖം തന്നെയല്ലേ എന്നാണെങ്കിൽ കുറച്ച് മറ്റ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഹൗ ആർ യു അല്ലെങ്കിൽ ഹൗ ഡു യു ഡു. ഹൗ ആർ യു അല്ലെങ്കിൽ ഹൗ ഡു യു ഡു. അപ്പോൾ അത് നമുക്ക് തിരിച്ചും ചോദിക്കാം ഹൗ ഡു യു ഡു എന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? ഗ്ലാഡ് ടു മീറ്റ് യു, ഹാപ്പി ടു മീറ്റ് യു, ഹൗ ഡു യു ഡു, ഹൗ ആർ യു. അപ്പോൾ ഇത് തന്നെ നമുക്ക് തിരിച്ചും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിന് റിപ്ലൈ നമുക്ക് നോക്കാം. ഐ ആം ഫൈൻ. ഐ ആം ഫൈൻ എന്നാൽ സുഖമായിരിക്കുന്നു എന്ന് പറയണം. ഐ ആം ഫൈൻ. ഐ ആം ഫൈൻ. ഐ ആം ഫൈൻ. ഓക്കെ, എന്നാൽ നല്ല സുഖമില്ലെന്നാണെങ്കിൽ ഐ ആം നോട്ട് വെൽ. ഐ ആം നോട്ട് വെൽ. ഐ ആം നോട്ട് വെൽ.
ഹൗ ആർ യുവിൻ്റെ ഉത്തരമാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഹൗ ഈസ് യുവർ ഫാദർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിലോ ഹൗ ഈസ് യുവർ ഫാദർ, നിൻ്റെ അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു ചോദിക്കുകയാണ്. യെസ് ഹീസ് ഫൈൻ. യെസ് ഹീസ് ഫൈൻ, അതെ അദ്ദേഹത്തിന് സുഖമാണെന്ന് പറയാണ്. എന്നാൽ ഹൗ ഈസ് യുവർ ചൈൽഡ് അല്ലെങ്കിൽ ഹൗ ഈസ് യുവർ ചൈൽഡ്സ് ഫീവർ, കുട്ടിക്ക് എങ്ങനെയുണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ സുഖമാണെങ്കിൽ പറയാം ഹീസ് ഫൈൻ പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം നോട്ട് റിക്കവേർഡ് നൗ ഹീസ് ഇൻ ബെഡ്. നോട്ട് റിക്കവേർഡ്, അവൻ സുഖം പ്രാപിച്ചിട്ടില്ല, ഇപ്പോഴും എവിടെയാണ് ബെഡിലാണ്. നൗ ഹീസ് ഇൻ ബെഡ്. നോട്ട് റിക്കവേർഡ് നൗ ഹീസ് ഇൻ ബെഡ്. ഹൗ ഈസ് യുവർ അങ്കിൾ, അങ്കിളിന് സുഖമാണെന്ന് വെച്ചാൽ ഹീസ് ഫൈൻ. നമുക്കറിയാവുന്ന വാക്കുകൾ പഠിക്കാൻ വേണ്ടിയാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. ഹൗ ഈസ് യുവർ അങ്കിൾ എന്ന് ചോദിച്ചാൽ ഹീസ് ഫൈൻ. അപ്പോൾ ഹൗ ഈസ് യുവർ ഫാദർ, ഹീസ് ഫൈൻ. ഹൗ ഈസ് യുവർ ചൈൽഡ്, ഹീസ് നോട്ട് റിക്കവേർഡ് നൗ ഹീസ് ഇൻ ബെഡ്. ഹൗ ഈസ് യുവർ അങ്കിൾ, ഹീസ് ഫൈൻ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വീട്ടിലെപ്പോഴും ചോദിക്കാവുന്നതാണ് ആർ യു റെഡി, നീ റെഡിയായോ, താങ്കൾ തയ്യാറാണോ, വൈഫോ ഹസ്ബൻഡോ കുട്ടികളോടോ ഒക്കെ ചോദിക്കാവുന്നൊരു സെൻറ്റൻസാണ് ആർ യു റെഡി. ആർ യു റെഡി? യെസ് ഐ ആം, അതെ ഞാൻ റെഡിയാണ്. അല്ലെങ്കിൽ എന്തു പറയും നോ ഐ ആം നോട്ട്. നോ ഐ ആം നോട്ട്. ഓക്കെ, ആർ യു റെഡി? യെസ് ഐ ആം അല്ലെങ്കിൽ നോ ഐ ആം നോട്ട്. ഇനി ചോദിക്കുകയാണ് മേ ഐ ഓപ്പൺ ദ ഗേറ്റ്, ഞാൻ ആ ഗേറ്റ് തുറക്കട്ടെ, പോകാൻ റെഡിയായോ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് ഞാൻ ഗേറ്റ് തുറക്കട്ടെ എന്നാണ്. മേ ഐ ഓപ്പൺ ദ ഗേറ്റ്, മേ ഐ ഓപ്പൺ ദ ഗേറ്റ്. മേ ഐ ഓപ്പൺ ദ ഗേറ്റ്? യെസ് യു മേ. യെസ് യു മേ, ആ തുറന്നോളൂ എന്നാണ്. ഓക്കെ, ഇപ്പം ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ചോദിക്കുക ആർ ദേ യുവേഴ്സ്, ഇത് നിങ്ങളുടേതാണോ? ആർ ദേ യുവേഴ്സ്? നോ ദേ ആർ നോട്ട് മൈൻ. നോ ദേ ആർ നോട്ട് മൈൻ, അവ എൻ്റേതല്ല. എൻ്റെ ആണെങ്കിലോ യെസ് ദേ ആർ മൈൻ, എൻ്റെ ആണെന്ന് പറയാം. ഹൂ ടുക്ക് മൈ പെൻ, എൻ്റെ പേൻ ഏതാണ് എടുത്തത്? ഹൂ ടുക്ക് മൈ പെൻ, ആരാണ് എൻ്റെ പേന എടുത്തത്? ഐ ഡിഡ്, ഞാനാണ്. ഐ ഡിഡ്, ഞാനായിരുന്നു എന്നാണ്, അതായത് ഞാനാണ് എടുത്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ ഡിഡ്. അപ്പം ആ നമ്മൾ സിമ്പിളായിട്ട് പിന്നെന്താണ് വീടുകളിൽ സംസാരിക്കുന്ന ആ ഒരു രീതിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർ യു റെഡി? യെസ് ഐ ആം. നോ ഐ ആം നോട്ട്. മേ ഐ ഓപ്പൺ ദ ഗേറ്റ്, അപ്പോൾ ഡോർ ആണെങ്കിൽ മേ ഐ ഓപ്പൺ ദ ഡോർ. ഓക്കെ, യെസ് യു മേ. പിന്നെയോ ആർ ദേ യുവേഴ്സ്? നോ ദേ ആർ നോട്ട് മൈൻ. ഹൂ ടുക്ക് മൈ പെൻ? ഐ ഡിഡ്. ഓക്കെ, അപ്പോൾ ഈ ആർ യു റെഡി എന്നതിന് പറയുന്നത് നീ വായിക്കുകയാണോ എന്നാണെങ്കിലോ ആർ യു റീഡിങ്? ആർ യു റീഡിങ്? യെസ് ഐ ആം. നീ എഴുതുകയാണോ? ആർ യു റൈറ്റിംഗ്? ആർ യു റൈറ്റിംഗ്? ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചത് ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ്. അപ്പോൾ ഈ സെൻറ്റൻസുകൾ തന്നെ നിങ്ങളെപ്പോഴും റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഞാൻ അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് വീഡിയോ പൂർണ്ണമാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ക്ലാസ് വീണ്ടും വീണ്ടും കാണാൻ കൂടി ശ്രമിക്കുക. ഇപ്പം നമുക്ക് എക്സസൈസ് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വരും. യെസ് ഞാൻ വരും, ഞാൻ വരും. ഓക്കെ, ഇനി എനിക്ക് കഴിയും. യെസ് എനിക്ക് കഴിയും, രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആ പെട്ടി തുറന്നിരിക്കുകയാണ്. ആ പെട്ടി തുറന്നിരിക്കുകയാണ്. അടുത്തത് നിങ്ങൾ ബുക്കുകൾ നിങ്ങളുടേതാണോ? ബുക്കുകൾ നിങ്ങളുടേതാണോ? അല്ല, അവ എൻ്റേതല്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ എക്സസൈസ് ആയിട്ട് എഴുതുക. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.
താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.